നീറ്റ് എക്സാം കഴിഞ്ഞ് പാരന്റ്സ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുറയിലൂടെ ഒരു വർഷത്തെ അധ്വാനം തീർത്തുകൊണ്ട് നമ്മുടെ സ്വന്തം കുട്ടികൾ ഇപ്പോ നമ്മളിലേക്ക് ഇന്നത്തെ 2024 ഇപ്പം നടന്ന ഓൾ ഇന്ത്യ നീറ്റ് എക്സാമിന്റെ എങ്ങനെ ഉണ്ടായിരുന്നുള്ള ഒരു ക്വിക്ക് റെസ്പോൺസ് നമുക്ക് ഇപ്പൊ കിട്ടും. നമ്മുടെ പിള്ളേർ വരുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. ഇതിന് ഉറക്കം പറ. നിങ്ങൾക്ക് എളുപ്പമായിരുന്നു. ഇതിന് ഉറക്കം പറ. എളുപ്പമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. വാ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. പഠിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. ഈസി ആയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ ഫിസിക്സ് മോഡറേറ്റ് ആയിരുന്നു. ബാക്കി രണ്ടും ഈസി ആയിരുന്നു. ബോട്ടണി, സുവോളജി ഈസി ആയിരുന്നു. അതായത് കണ്ടുപിടിച്ചുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു ചോദിച്ചിരുന്നത്. കൂടുതലും കണ്ടതിനുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അത്ര പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, ഈസിയാ തന്നെയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കൊല്ലത്തായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാലോ? കഴിഞ്ഞ കൊല്ലം നോക്കി കമ്പയർ ചെയ്താൽ ഒരേ ലെവലിൽ തന്നെയാണ്. ലെവലിൽ തന്നെ വ്യത്യാസങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ശരി. അടിപൊളിയായിരുന്നു. എക്സാം സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിട്ട് സ്മൂത്ത് ആയിട്ട് പോയി. എക്സാം ഹാളിൽ കയറിയതിനു ശേഷം എന്തെങ്കിലും ഡിലേ ഇല്ലാതെ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഡിലേ കറക്റ്റ് ടൈമിംഗ് തന്നെ. എക്സാം നടക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും, അതായത് ഇപ്പം അവർ ഒപ്പിടാനോ അങ്ങനെ എന്തെങ്കിലും വരുമോ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. അതായത് എക്സാമിന് ഇടയ്ക്ക്. പക്ഷെ നമ്മുടെ സമയത്തിന് ബാധിച്ചില്ല. ക്ലോക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. താങ്ക് യു. പേരെങ്ങനെയായിരുന്നു? കിരൺ. ഓക്കെ. സ്ഥലം കണ്ണൂർ. ഓക്കെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടതല്ലേ? എനിക്ക് തോന്നിയത് കഴിഞ്ഞ കൊല്ലം കുറച്ചും കൂടെ ഈസി ആയിരുന്നു. ബിക്കോസ് ഇന്നലെ പ്രീവിയസ് ഇയർ ഞാൻ ചെയ്ത് പഠിച്ചുകൊണ്ടായിരിക്കും. ഇന്നത്തെ ക്വസ്റ്റ്യൻ അത്ര നമ്മൾ ചെയ്യുന്നല്ലോ. പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുന്നത് നമ്മുടെ മോഡൽ എക്സാം, ഇന്നലെ വരെ മോഡൽ എക്സാം എഴുതിയ ഒരു ഫീൽഡിൽ വന്ന് എഴുതുമ്പോഴത്തേനും ഒരു പക്ഷേ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ബ്രില്യന്റിന്റെ എക്സാമിനേക്കാളും, അതായത് ചില എക്സാം അതുപോലെ തന്നെ ഈസി ആയിട്ടും മറ്റേ ബയോളജി ഇത്രയും കൂടെ കുറച്ചുകൂടെ ഈസി ആയപ്പോഴത്തേനും വല്ലാത്തൊരു ആശ്വാസം തോന്നി. കാരണം ബയോളജി സത്യം പറഞ്ഞാൽ നീറ്റുകാർ കുറച്ച് ബ്രില്യന്റുകാർ കുറച്ച് ഹൈ ലെവലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നീറ്റിന് എങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കണേന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പം ബയോളജി കുറച്ച് സിമ്പിളായി കണ്ടപ്പോ വല്ലാത്ത ആശ്വാസം. പക്ഷെ അത് ജോർജ് സാർ അങ്ങനെ പറഞ്ഞിരുന്നല്ലേ? കാരണം വെച്ചാൽ നിങ്ങൾക്ക് എക്സാം അങ്ങനെ ഒരു ഫിസിക്സ് ഒക്കെ അതേപോലെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഹാപ്പി അല്ലേ? എക്സാം എഴുതിയിട്ട് ഹാപ്പിയാണ്. അതായത് അൺഫെമിലിയർ ആയിട്ടോ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്ത് കണ്ടില്ല. ഫെമിലിയർ ആയിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കാൻ തോന്നുന്നു. അല്ലാണ്ട് ഓരോ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ. അങ്ങനെ ഭയങ്കര ഇൻഡയറക്റ്റ് ആയിട്ട് കുറവൊന്നും അവർ ചോദിച്ചിട്ടേ ഇല്ല. മേ ബി ബ്രില്യന്റിന്റെ അതേപോലെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, എക്സാം ഇവിടെ ഹാളിൽ കയറിയതിനു ശേഷം നിങ്ങളുടെ ടൈം കില്ലിംഗ് പ്രൊസീജിയറുകൾ അങ്ങനെ എന്തെങ്കിലും, അതായത് എക്സാമിനോട് ഞങ്ങൾക്ക് ആക്ച്വലി എക്സാം തുടങ്ങുന്നതിനൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 1:50 ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എഴുതാനെല്ലാം തന്നായിരുന്നു. അപ്പോൾ കൃത്യം 2 o'clockനാണ് ഞങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതല്ല കൃത്യം എക്സാം എൻഡ് ചെയ്തപ്പോഴുമാണ് ബാക്കിയുള്ള കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ ടൈം കൺസ്യൂമിംഗ് ഒന്നും ചെയ്തിട്ടേ എടുത്തിട്ടില്ല. എന്തായാലും വളരെ സന്തോഷം. പേരെങ്ങനെയായിരുന്നു? ഷാരൺ. സ്ഥലം എവിടെ? എറണാകുളം അല്ലേ? അപ്പോ ഡോക്ടറായിട്ട് കാണാൻ. ഓക്കെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.